ഒരാളെ നമ്മൾ ശുശ്രൂഷിക്കുന്നതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയാ? ടേക്കിംഗ് കെയർ. അതല്ലാണ്ട് വേറെ ഒരു ഫ്രേസൽ വെർബ് ഉണ്ട്. ഫ്രേസൽ വെർബ് ഭയങ്കര പ്രശ്നക്കാരനാണ്. ലുക്കിംഗ് ആഫ്റ്റർ സമ്മൺ, പക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ലുക്ക് ആഫ്റ്റർ സമ്മൺ അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ സംതിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ നോക്കുന്നതിനെയാണ് ശ്രദ്ധിച്ച് നോക്കുന്നത്. ആ, ലുക്കിംഗ് ആഫ്റ്റർ യുവർ ബേബി. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്നതിനെയാണ്, ശുശ്രൂഷിക്കുന്നതിനൊക്കെയാണ് നമ്മൾ ലുക്കിംഗ് ആഫ്റ്റർ എന്ന് പറയുന്നത്. സോ കുറച്ച് മലയാളം സെന്റൻസ് നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ച വേർഡ് ഫ്രേസൽ വെർബ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ലുക്ക് ആഫ്റ്റർ. സോ എക്സാമ്പിളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ എൻ്റെ കുഞ്ഞനിയനെ ശുശ്രൂഷിച്ചു അല്ലെങ്കിൽ നോക്കി. ഐ ലുക്ക് ആഫ്റ്റർ മൈ ബേബി ബ്രദർ. ഓക്കെ, നോക്കാറുണ്ട് എന്നുള്ളതിനാണ് ലുക്ക് ആഫ്റ്റർ. നോക്കി എന്നുണ്ടെങ്കിൽ ഐ ലുക്ക്ഡ് ആഫ്റ്റർ മൈ ലിറ്റിൽ ബ്രദർ. ഓക്കെ, ഇനി ഒരു ആളിനെ ആവണമെന്നില്ല, ഇപ്പോൾ ഒരു വസ്തുവിനെ നമുക്ക് ശരിക്കും ശുശ്രൂഷിക്കാം. ഫോർ എക്സാമ്പിൾ, അവളുടെ ഗാർഡൻ എപ്പോഴും നന്നായിട്ട് നോക്കാറുണ്ടെന്ന് ഇങ്ങനെ പറയാം. looks after her garden. Looks after the garden. She looks after the garden. Okay, ഇനി ഡോഗിനെ ആര് നോക്കും, പട്ടീനെ ആര് നോക്കും എങ്ങനെയൊക്കെ? Who will look after the dog? Who will look after the dog? അതൊരു ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അവൻ അവന്റെ പേരൻസിനെ നോക്കാറുണ്ട്. He look after his looks after his പേരൻസ്. ഓക്കെ, ഇനി നമുക്ക് പറയാം അവരുടെ ഷോപ്പിനെ അല്ലെങ്കിൽ കടേനെ നോക്കാറുണ്ട്, അതായത് നല്ലോണം നോക്കാറുണ്ട്, ശ്രദ്ധിച്ച് നോക്കാറുണ്ട് എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക.